Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 5th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള കോംപ്ലക്സ് അനാലിസിസ് ആണ്. നമുക്ക് ആദ്യം ഈ സബ്ജക്റ്റിന്റെ സിലബസ് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ സബ്ജക്റ്റിന്റെ കോഡ് വരുന്നത് MAT 5CJ303 എന്നാണ്. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് കോംപ്ലക്സ് അനാലിസിസ് 1 എന്നാണ്. ഇത് ഒരു 5th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കോഴ്സിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. റിയൽ നമ്പർ സിസ്റ്റവും അതേപോലെ കാൽക്കുലസും. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ സബ്ജക്റ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടെക്സ്റ്റിന്റെ പേര് കോംപ്ലക്സ് അനാലിസിസ് എന്നാണ്. ഓക്കെ, 3rd എഡിഷൻ ആണ് നമ്മുടെ ബുക്ക്. ഡെനിസ് ജി ജിൽ അതുപോലെ പാട്രിക് ഡി ഈ രണ്ട് പേര് എഴുതിയ ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018 പബ്ലിഷ് ചെയ്ത ബുക്കാണിത്. അപ്പോൾ ഇതിന്റെ PDF നിങ്ങൾ കറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് ഉണ്ടായിരിക്കുക. ഓരോ മൊഡ്യൂൾസിലെയും ടെക്സ്റ്റിലെ ഭാഗങ്ങൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻസ് ഓരോന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 1, 2 അതേപോലെ 3, 4 ഇങ്ങനെ 4 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഇനി 5ാമതൊരു മൊഡ്യൂൾ ഉണ്ട്. അത് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ ആണ്. നിങ്ങൾക്ക് എക്സാമിന് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല. അതേപോലെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ് പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലെ ബുക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഈ സബ്ജക്റ്റിന്റെ കുറഞ്ഞ വീഡിയോസ് ആയിരിക്കും യൂട്യൂബിൽ ഉണ്ടായിരിക്കുക. കംപ്ലീറ്റ് ക്ലാസ് മാത്ത് റൂട്ട് ആപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിലെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ദ കോംപ്ലക്സ് ബ്രെയിൻ എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ 5 സെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്ന സെക്ഷൻ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇതാണ്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² + 1 = 0. നമുക്കറിയാം ഇതിന് 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. കാരണം ഇതിന്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് എന്തോ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ട്രൂ ആയിരിക്കും. അപ്പോൾ നോക്കൂ, നമുക്കറിയാവുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന നിലവിൽ അറിയാവുന്ന ഏറ്റവും വലിയ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. നോക്കൂ, ഈ x² ഞാൻ ഇവിടെ വെച്ചു. +1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -1. ഈ ഇക്വേഷന്റെ മീനിങ് എന്താണ്? x² വാല്യൂ -1 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു നമ്പർ. നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് ഇത് റിയൽ നമ്പർ ആണ്. നോക്കൂ, ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ -1. നമുക്കറിയാം 0ന്റെ സ്ക്വയർ മാത്രമാണ് 0. പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള എന്ത് നമ്പറിന്റെ സ്ക്വയർ എടുത്താലും നമുക്കറിയാം എന്ത്? സ്ക്വയർ എടുത്താൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കൂ, സ്ക്വയർ എടുത്തിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? -1 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ ആൻസർ എന്തല്ല? ഈ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്പർ റിയൽ നമ്പർ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സോൾവ് ചെയ്ത് നമുക്കൊരു റിയൽ നമ്പർ അല്ല ആൻസർ ആയിട്ട് കിട്ടുക. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു പുതിയ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ മാത്തമാറ്റീഷ്യൻസ് കൺസെപ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ നമ്പർ സിസ്റ്റമാണ് എന്ത്? കോംപ്ലക്സ് നമ്പേഴ്സ്. ഇനി ഞാനിവിടെ രണ്ട് സൈഡിലും എന്ത് ചെയ്യാണ്? സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ നോക്കൂ, x² റൂട്ട് നമുക്കറിയാം x ആയിരിക്കും. ഓക്കെ, റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ +or- 2 ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ സൈഡിൽ ഞാൻ റൂട്ട് എടുത്തു. അപ്പോൾ നോക്കൂ, x = +or- ഈ √(-1) ഞാൻ സിമ്പിൾ ആയിട്ട് മറ്റൊരു ആൽഫബറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ I എന്നുള്ള ആൽഫബറ്റ് വെച്ച് ഞാൻ എക്സ്പ്രസ് ചെയ്യാണ്. നോക്കൂ, ഞാൻ ഇതിന് പകരം ജസ്റ്റ് I എന്ന് കൊടുത്തു. അപ്പോൾ നോക്കൂ, x = +or- ഓക്കെ, ഈ ഒരു I എന്നുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ഇക്വേഷന്റെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ്? +or- അതായത് +i-ഉം -i-ഉം എന്ന് പറഞ്ഞാൽ +i എന്ന് പറഞ്ഞാൽ എന്താണ്? √(-1) -i എന്ന് പറഞ്ഞാൽ -√(-1).
വി നൗ സേ ദാറ്റ് ഐ ഈസ് ദ ഇമാജിനറി യൂണിറ്റ്. ഇനി നമ്മൾ ഐനെ പറയാം ഇമാജിനറി യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിന്റെ പ്രത്യേകത എന്താണ്? ഐ സ്ക്വയർ ഈക്വൽ ടു -1. ഐ സ്ക്വയർ എന്തായിരിക്കും? -1 ആയിരിക്കും. റീസൺ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഐനെ നമ്മൾ എഴുതിയത് √(-1) ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ഐ സ്ക്വയർ ഈക്വൽ ടു ഇവിടുത്തെ റൂട്ട് പോകും എന്ന് പറയുമ്പോൾ -1. അപ്പൊ ഐ സ്ക്വയർ ഈക്വൽ ടു -1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐനെയാണ് നമ്മൾ എന്ത് പറയാ? ഇമാജിനറി യൂണിറ്റ് എന്ന് പറയാം. നെക്സ്റ്റ്, ഒരു കോംപ്ലക്സ് നമ്പർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എ കോംപ്ലക്സ് നമ്പർ ഈസ് എനി നമ്പർ ഓഫ് ദി ഫോം z is equal to a plus ib, where a and b are real numbers and I is the imaginary unit. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ ആയിട്ട് ഒരു നമ്പർ ആണ്. നമ്മൾ അതിനെ z എന്നാണ് എഴുതുക. ഓക്കെ, ഇനി അതിന്റെ ഫോം എങ്ങനെയാണ്? a plus ib ഫോമിലായിരിക്കും കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടായിരിക്കുക. ഇവിടെ എയും ബിയും എന്താണ്? എന്തെങ്കിലും റിയൽ നമ്പേഴ്സ്, എന്ത് നമ്പറും ആവാം. ഇനി ഇവിടുത്തെ ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാജിനറി യൂണിറ്റ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇതാ z is equal to 2 plus 3i, അല്ലെങ്കിൽ 2 plus i3 എന്ന് എഴുതാം. ഓക്കെ, i3 ഇതെന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിന് എക്സാമ്പിൾ ആണ്. ഇവിടെയുള്ള 2ഉം 3ഉം റിയൽ നമ്പേഴ്സ് ആണ്. i എന്നുള്ളത് ഇമാജിനറി യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, ടെർമിനോളജി. നമുക്ക് കുറച്ച് പേരുകൾ പഠിക്കാനുണ്ട്. ദി നൊട്ടേഷൻസ് a plus ib and a plus bi are used interchangeably. എന്ന് പറഞ്ഞാൽ നമുക്ക് a plus ib എന്ന് യൂസ് ചെയ്യാം, ഇനി a plus bi എന്ന് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എഴുതിയ എക്സാമ്പിൾ നേരത്തെ 2 plus i3 എന്നായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 2 plus 3i എന്ന് എഴുതാം. സാധാരണ നമ്മൾ ഐനെ അവസാനത്തിലാണ് എഴുതുക. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിലെ എനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? റിയൽ പാർട്ട് ഓഫ് സെറ്റ്. ഓക്കെ, നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എ ആണ്. ഓക്കെ, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക സിമ്പിൾ ആയിട്ട് RE ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെറ്റ് എന്നാണ് നമ്മൾ എഴുതുക. അതേപോലെ ഈ z is equal to a plus ib യിലെ b എന്നുള്ള നമ്പറിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇമാജിനറി പാർട്ട്. നമ്മൾ അതിനെ എങ്ങനെ എഴുതുക സിമ്പിൾ ആയിട്ട്? IM ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. അപ്പൊ ഞാൻ നേരത്തെ എഴുതിയ ഈ എക്സാമ്പിൾ ഇതാ 2 plus 3i അല്ലെങ്കിൽ 2 plus i3. ഇതിൽ 2 എന്നുള്ളതാണ് എന്ത്? റിയൽ പാർട്ട്. 3 എന്നുള്ളതാണ് എന്ത്? ഇമാജിനറി പാർട്ട്. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. z is equal to 4 minus 9i. ഈ കോംപ്ലക്സ് നമ്പറിലെ റിയൽ പാർട്ട് ഏതായിരിക്കും? ഇതാ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഏതായിരിക്കും? നമുക്കറിയാം ഇതിലെ 4 ആണ് അല്ലേ. അപ്പൊ നമ്മൾ റിയൽ പാർട്ട് ഓഫ് സെറ്റ് is equal to 4 എന്ന് എഴുതി. ഇത് നോക്കൂ, ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്തായിരിക്കും? ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് എന്തായിരിക്കും? ഐന്റെ അടുത്തുള്ള നമ്പർ ആണ് ഇമാജിനറി പാർട്ട്. അപ്പൊ നോക്കൂ, ഐന്റെ അടുത്ത് ഒരു -9 ഉണ്ട്. ആ 9ന് മൈനസ് ഉണ്ട്, അതും കൂടെ നിങ്ങൾ എഴുതണം. അപ്പൊ ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്താണ്? -9. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐന്റെ അടുത്തുള്ള നമ്പറും അതിന്റെ സൈനും കൂടെ എഴുതണം. പ്ലസ് ആണെങ്കിൽ നമ്മൾ സാധാരണ സൈൻ എഴുതാറില്ല. ഇവിടെ +3 ആയതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് 3 എന്ന് എഴുതിയാൽ മതി. മൈനസ് ആണെങ്കിൽ നിങ്ങൾ അത് വിട്ടുപോകരുത്. നെക്സ്റ്റ്, ഞാൻ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ എഴുതാൻ പോവാണ്. z is equal to 6i. നോക്കൂ, ഇതില് റിയൽ പാർട്ട് കാണാനില്ല. ശരിക്കും അവിടെ റിയൽ പാർട്ട് ഉണ്ട്. നോക്കൂ, ഞാൻ ഇതിനെങ്ങനെ എഴുതാൻ പോവാണ്? 0 plus 6i എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് 6 ആണ്. അപ്പൊ നോക്കൂ, റിയൽ പാർട്ട് 0 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് 6i എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇത്തരം റിയൽ പാർട്ട് ഇല്ലാത്ത കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഇമാജിനറി പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തരം കോംപ്ലക്സ് നമ്പേഴ്സിന് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയും? പ്യുവർ ഇമാജിനറി നമ്പർ എന്ന് പറയും. ഓക്കെ, പ്യുവർ ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ്, നമ്മുടെ കയ്യിൽ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. അത് എപ്പോഴാണ് ഈക്വൽ ആവുക എന്ന് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സ് z1 equal to a1 plus ib1 and z2 equal to a2 plus ib2 are equal, z1 equal to z2 if a1 equal to a2 and b1 equal to b2. നമ്മുടെ കയ്യിൽ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. z1 equal to a1 plus ib1, z2 equal to a2 plus ib2. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ, അതായത് z1 equal to z2 എന്ന് പറയണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ a1ഉം a2ഉം ഈക്വൽ ആയിരിക്കണം. അതാണ് ഇവിടെ എഴുതിയത്, a1 a2 ഈക്വൽ.
അതേപോലെ ഇമാജിനറി പാർട്ടുകൾ B1 B2 ഈക്വൽ ആയിരിക്കണം. B1 ഈക്വൽ ടു B2. അപ്പൊ റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കണം, ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും ഈക്വൽ ആണ്. ദി ടോട്ടാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് or the set of complex numbers is usually denoted by the symbol C. നമ്മൾ മുഴുവൻ കോംപ്ലക്സ് നമ്പേഴ്സിനെയും കൂടെ നമ്മൾ C എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമുക്കറിയാം മുഴുവൻ റിയൽ നമ്പേഴ്സിനെയും കൂടെ നമ്മൾ R എന്നാണല്ലോ ഡിനോട്ട് ചെയ്യുക. അതേപോലെ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ക്യാപിറ്റൽ C എന്നുള്ള ആൽഫബറ്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ്, അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. കോംപ്ലക്സ് നമ്പേഴ്സ് ക്യാൻ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ്. നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടോ അതിൽ കൂടുതലോ കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. If Z1 equal to A1 plus IB1 and Z2 equal to A2 plus IB2, these operations are defined as follows. നമ്മുടെ കയ്യിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, Z1 ഉം Z2. ഓക്കെ, നോക്കൂ, നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 plus Z2 ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ Z1 ഇവിടെ എഴുതി, Z2 ഇവിടെ എഴുതി. നോക്കൂ, ഇത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? സിമ്പിളായിട്ട് റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക. അപ്പോൾ നോക്കൂ, A1 ഉം A2 ഉം ആഡ് ചെയ്യുക. അതാണ് A1 plus A2. ഓക്കെ, പിന്നെ IB1 plus IB2 ആഡ് ചെയ്യണം. അതിൽ I രണ്ടിലും കോമൺ ആണല്ലോ, അപ്പോൾ Iനെ പുറത്ത് വെച്ചിട്ട് I into B1 plus B2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇതേപോലെയാണ് സബ്ട്രാക്ഷൻ, കുറയ്ക്കുന്നത്. നോക്കൂ, Z1 minus Z2 എന്ന് പറഞ്ഞാൽ Z1 എന്നുള്ള കോംപ്ലക്സ് നമ്പർ എഴുതി മൈനസ് Z2 എഴുതി. അപ്പോൾ നോക്കൂ, A1 minus A2 റിയൽ പാർട്ടുകൾ കുറച്ചു. ഓക്കെ, അതേപോലെ IB1 minus IB2, അതിൽ I കോമൺ ആണ്, Iനെ പുറത്ത് വെച്ചു, എന്നിട്ട് B1 minus B2 എഴുതിയാൽ മതി. ഓക്കെ, ഇത് നോക്കൂ, മൾട്ടിപ്ലിക്കേഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം ഇതിൽ 4 ടേംസ് വരും. നോക്കൂ, Z1 into Z2 എന്ന് പറയുമ്പോൾ നമ്മൾ Z1 എഴുതി ഇൻറ്റു Z2 എഴുതി. ഇവിടെ നോക്കൂ, A1 into A2, അത് A1 A2. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതാ, A1 into A2. ഓക്കെ, A1 A2 അതിവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ IB1 into IB2. അപ്പോൾ നോക്കൂ, IB1 into IB2 എന്ന് പറയുമ്പോൾ I into I എന്ന് പറയുമ്പോൾ I സ്ക്വയർ വരും, I സ്ക്വയർ B1 B2. നോക്കൂ, നമുക്കറിയാം I സ്ക്വയർ -1 ആണ്, അപ്പോൾ -1 into B1 B2 എന്ന് പറയുമ്പോൾ -B1 B2 എന്നാണ് അത് വരിക. ഓക്കെ, ആ -B1 B2 ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി നോക്കൂ, A1നെ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്തു, ഇനി A1നെ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. A1 into IB2 എന്ന് പറയുമ്പോൾ A1 B2. അതേപോലെ IB1 into A2 ചെയ്യണം. ഓക്കെ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, അപ്പോൾ I into B1 A2, I into B1 A2. ഇതിൽ നോക്കൂ, I കോമൺ ആണ്, അപ്പോൾ Iനെ ഞാൻ പുറത്തെടുത്തു. ഓക്കെ, പിന്നെ ഇവിടെ എന്തുണ്ട്? B1 A2 ഉണ്ട്. ഓക്കെ, ഇവിടെ B1 A2 ഉണ്ട്, ഇവിടെ A1 B2 ഉണ്ട്. ഓക്കെ, അപ്പോൾ I into B1 A2 plus A1 B2, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, I into B1 A2 plus A1 B2. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, Z1 by Z2 എന്തായിരിക്കും? നമ്മളിവിടെ Z1 എഴുതി, ഡിവൈഡഡ് ബൈ ഇവിടെ Z2 എഴുതി. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡിനോമിനേറ്ററുള്ള A2ഉം B2ഉം എന്താവാൻ പാടില്ല, A2ഓ B2ഓ ഏതെങ്കിലും ഒന്ന് 0 ആവാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക്, അതായത് A+IB ഫോമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതായിരിക്കും: A1 A2 plus B1 B2 divided by A square plus B square plus I into B1 A2 minus A1 B2 by A square plus B square. ഇത് നോക്കൂ, ഇത് ഏത് ഫോമിലാണുള്ളത്? ഇതൊരു A ആയിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ I ഉണ്ട്, ഇത് നമുക്കൊരു B ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് ഏത് ഫോമിലാണുള്ളത്? ഇത് A plus IB ഫോമിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, the familiar commutative, associative and distributive laws holds for complex numbers. നമുക്കറിയാം, റിയൽ നമ്പേഴ്സിലുള്ള 3 ലോസ് ആണ് ഇത്: കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഈ 3 ലോസ് കോംപ്ലക്സ് നമ്പേഴ്സിലും സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഇപ്പോൾ Z1 പ്ലസ് Z2 Z2 പ്ലസ് Z1 ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ Z1 ഇൻറ്റു Z2 Z2 ഇൻറ്റു Z1 ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോഡക്റ്റ് എടുക്കാം. ഓക്കെ, ഇതാണ് എന്ത് കമ്മ്യൂട്ടേറ്റീവ് ലോ. അടുത്തത് അസോസിയേറ്റീവ് ലോ. 3 കോംപ്ലക്സ് നമ്പർ ഉണ്ട്, Z1 Z2 Z3. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം Z2ഉം Z3യും ആഡ് ചെയ്ത് എന്നിട്ട് Z1നെ ആഡ് ചെയ്തു. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആദ്യം Z1ഉം Z2ഉം ആഡ് ചെയ്തു എന്നിട്ട് Z3 ആഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ ആദ്യം Z2ഉം Z3യും മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് Z1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് എന്തിന് ഈക്വൽ ആണ്? ആദ്യം Z1 Z2 മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് Z3നെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? Z1 ഇൻറ്റു Z2 പ്ലസ് Z3 ഉണ്ടെങ്കിൽ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? Z1 ഇൻറ്റു Z2 പ്ലസ് Z1 ഇൻറ്റു Z3. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഈ Z1 ഈക്വൽ ടു 2 പ്ലസ് 4i ആൻഡ് Z2 ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 8i. ഫൈൻഡ് എ Z1 പ്ലസ് Z2 ആൻഡ് ബി Z1 ഇൻറ്റു Z2. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് എന്താ കിട്ടുന്നത് നോക്കാം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് Z1 പ്ലസ് Z2 ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം Z1 എഴുതാം. 2 പ്ലസ് 4i പ്ലസ് Z2 എന്ന് പറയുമ്പോൾ മൈനസ് 3 പ്ലസ് 8i. ഓക്കെ, നോക്കൂ, നമ്മൾ എന്താ ചെയ്യാം? രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യാം. ഇവിടുത്തെ റിയൽ പാർട്ട് 2, ഇവിടുത്തെ മൈനസ് 3. അപ്പോൾ 2 പ്ലസ് മൈനസ് 3. ഓക്കെ, ഞാനിവിടെ എല്ലാ സ്റ്റെപ്പും എഴുതുന്നുണ്ട്. റിയൽ പാർട്ടുകൾ ആഡ് ചെയ്തു. പ്ലസ് പിന്നെ i രണ്ടിലും ഉണ്ടായിരിക്കും, iനെ പുറത്ത് വെച്ചു. എന്നിട്ട് ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് പ്ലസ് 4, ഇവിടുത്തെ പ്ലസ് 8. ഓക്കെ, അപ്പോൾ നോക്കൂ, 2 പ്ലസ് മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 മൈനസ് 3 ആണല്ലോ, എന്ന് പറയുമ്പോൾ മൈനസ് 1 ആണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ പ്ലസ് i ഉണ്ട്. 4 പ്ലസ് 8 നമുക്കറിയാം 12 ആണ്. ഓക്കെ, i12. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 12i എന്ന് എഴുതിയാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് 12i. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് നമ്പർ ഏതാണ്? മൈനസ് 1 പ്ലസ് 12i. ഇത് ശരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 2 മൈനസ് 3യും ആഡ് ചെയ്താൽ മൈനസ് 1 പ്ലസ് പിന്നെ 4ഉം 8ഉം ആഡ് ചെയ്താൽ 12i. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? Z1 ഇൻറ്റു Z2 ഫൈൻഡ് ചെയ്യാം. ഓക്കെ, Z1 ഇൻറ്റു Z2. നമുക്ക് ആദ്യം നമ്മൾ Z1നെ എഴുതാം. 2 പ്ലസ് 4i. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, ഇൻറ്റു Z2 എന്ന് പറയുമ്പോൾ മൈനസ് 3 പ്ലസ് 8i. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഓരോ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ആദ്യം ഞാൻ 2 ഇൻറ്റു മൈനസ് 3. ഓക്കെ, 2 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സ്റ്റെപ്പ് എഴുതാം. 2 ഇൻറ്റു മൈനസ് 3. ഓക്കെ, തൊട്ടടുത്തത് 2 ഇൻറ്റു 8i. ഓക്കെ, പ്ലസ് ഇട്ടു 2 ഇൻറ്റു 8i. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 2 ഇൻറ്റു മൈനസ് 3 എഴുതി, പ്ലസ് പിന്നെ 2 ഇൻറ്റു 8i. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം? 4i ഇൻറ്റു മൈനസ് 3. ഓക്കെ, 4i ഇൻറ്റു മൈനസ് 3 പ്ലസ് പിന്നെ അടുത്തത് 4i ഇൻറ്റു 8i. ഓക്കെ, 4i ഇൻറ്റു 8i. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. നോക്കൂ, 2 ഇൻറ്റു മൈനസ് 3 നമുക്ക് പറയാം മൈനസ് 6 ആണ്. ഓക്കെ, പ്ലസ് പിന്നെ 2 ഇൻറ്റു 8. ഇവിടെ i ഉണ്ട്, അപ്പോൾ 2 ഇൻറ്റു 8 16i. ഓക്കെ, പിന്നെ ഇവിടെ 4 ഇൻറ്റു മൈനസ് 3 മൈനസ് 12 ആണ്. ഇവിടെ i ഉണ്ട്, അപ്പോൾ മൈനസ് 12i. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് i ഇൻറ്റു i സ്ക്വയർ ആണ്. എന്ന് പറയുമ്പോൾ മൈനസ് 1 വരും. ഓക്കെ, പിന്നെ 4 ഇൻറ്റു 8 32 ആണ്. അപ്പോൾ 32 ഇൻറ്റു പിന്നെ i സ്ക്വയറിൻ്റെ മൈനസ് 1, അപ്പോൾ മൈനസ് 32 വരും. ഓക്കെ, മൈനസ് 32. അപ്പോൾ നോക്കൂ, നമുക്ക് ആൻസർ എന്താ കിട്ടുക? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിയൽ ഇമാജിനറി പാർട്ടുകൾ അല്ലാത്തതിനെ ഒരുമിച്ച് ചെയ്താൽ, ഇമാജിനറി പാർട്ടുകൾ ഒരുമിച്ച് ചെയ്താൽ. ഇവിടെ നോക്കൂ, മൈനസ് 6ഉം മൈനസ് 32 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. മൈനസ് 6ഉം മൈനസ് 32 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 38. ഓക്കെ, പിന്നെ ഇവിടെ 16i മൈനസ് 12i. നമുക്കറിയാം
69 12 ആയി കുറച്ച് എത്രയാണ് 16 12 കുറച്ച് 4 ആയി 4 ആയി. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ -38 + 4i ആണ് നമുക്ക് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ.